ഹലോ എവ്രിവൺ. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള ESR അഥവാ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ നോക്കാം. അതെന്തെന്ന് പറയട്ടെ, ഈ ഒരു ESR ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 5 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ടോട്ടലി 5 മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് വെസ്റ്റർഗ്രൻസ് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് മെത്തേഡാണ് വിൻട്രോപ്സ് മെത്തേഡ്, തേർഡ് മെത്തേഡാണ് മൈക്രോ ESR മെത്തേഡ്, ഫോർത്ത് മെത്തേഡാണ് ഓട്ടോമേറ്റഡ് മെത്തേഡ്, ആൻഡ് ഫിഫ്ത്ത് മെത്തേഡ് ഈസ് സീറ്റ സെഡിമെൻറ്റ് മെത്തേഡ്. ഈ ഓരോ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും, വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സിമ്പിൾ ഫോം എങ്ങനെയാണ് നോക്കാം. നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ഒരു പിപ്പറ്റ് എടുക്കും. നമ്മൾ അതിലേക്ക് ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യും. ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഈ റെഡ് സെൽ ഇൻഡീസസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ്, റെഡ് സെൽ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് അവിടെ സെഡിമെൻ്റ് ആവും. പ്ലാസ്മ ടോപ്പിൽ ഇങ്ങനെ ക്ലിയർലി വിസിബിളായിട്ട് അപ്പിയർ ആവും. അതായത് നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് റെഡ് സെൽ അഗ്രിഗേറ്റ്സ് ഒക്കെ സെറ്റിൽ ഡൗൺ ആവും, ആൻഡ് പ്ലാസ്മ ക്ലിയർലി വിസിബിളായിട്ട് അപ്പർ പാർട്ടിൽ കാണാൻ പറ്റും. എങ്ങനെ നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്താൽ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കില്ല. ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ 1 hour വെക്കണം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് ഒരു ESR എടുക്കാനുള്ള സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പോൾ 1 hour നമ്മൾ ഇതിനെ അൺഡിസ്റ്റർബ്ലി വെച്ചാൽ മാത്രമേ ഇങ്ങനെ എറിത്രോസൈറ്റ്സ് ഒക്കെ സെഡിമെൻ്റ് ആയിട്ട് നമുക്ക് പ്ലാസ്മ ക്ലിയർലി വിസിബിളായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ പ്ലാസ്മ അല്ലെങ്കിൽ റെഡ് സെൽ അല്ലെങ്കിൽ എറിത്രോസൈറ്റ് സെഡിമെൻ്റ് ആവാനുള്ള കാരണം എന്തായിരിക്കും? പ്ലാസ്മ മേലെ കാണാനും ഈ എറിത്രോസൈറ്റ് താഴെ സെഡിമെൻ്റ് ആവാനുള്ള റീസൺ കോമൺ സെൻസിൽ നമുക്ക് അറിയാൻ പറ്റും. എന്താണ് കാരണം? ഈ റെഡ് സെൽസിൻ്റെ അഥവാ എറിത്രോസൈറ്റ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലാസ്മയുടെ ഡെൻസിറ്റിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ റെഡ് സെൽസ് താഴെ സെഡിമെൻ്റായി പ്ലാസ്മ മാത്രം അപ്പർ പോർഷനിലാണ് നിന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ ഫസ്റ്റ് ഹവർ ആണ്. ഫസ്റ്റ് ഹവറിൽ ഉള്ള മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? മില്ലിമീറ്റർ പെർ ഫസ്റ്റ് ഹവർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് 5 മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള വെസ്റ്റർഗ്രൻസ് മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ആയിട്ടുള്ള വെസ്റ്റർഗ്രൻസ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഈ വെസ്റ്റർഗ്രൻസ് മെത്തേഡ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മെത്തേഡിന് 3 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഫേസ് ഓഫ് റൂളക്സ് ഫോർമേഷൻ ആണ്. ഫേസ് ഓഫ് റൂളക്സ് ഫോർമേഷൻ. റൂളക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം കോയിൻസ് പോലെ നമ്മുടെ RBC സെറ്റ് ആവുന്നതാണ് റൂളക്സ് എന്ന് പറയുന്നത്. അഥവാ ഒരു അഗ്രിഗേഷൻ പോലെ ഫോം ആവില്ലേ, ഒരു സ്റ്റാക്സ് ഓഫ് കോയിൻസ് പോലെ ഇങ്ങനെയുള്ള ഇതാണ് റൂളക്സ്. അപ്പോൾ ഫേസ് ഓഫ് റൂളക്സ് ഫോർമേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോം ചെയ്യുകയാണ് നമ്മൾ എറിത്രോസൈറ്റ്സ് അഥവാ RBC ഒക്കെ ഇങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ റൂളക്സ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഫേസിന് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രിഗേറ്റ്സ് പോലെ കാണുകയല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫേസിനെ അഗ്രിഗേഷൻ ഫേസ് അല്ലെങ്കിൽ ലാഗ് ഫേസ് എന്ന് വിളിക്കും. നമ്മൾ ഈ ഫേസിനെ എന്താ വിളിക്കുന്നത്? അഗ്രിഗേഷൻ ഫേസ് അഥവാ ലാഗ് ഫേസ്. ഓക്കെ, ഇനി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഈ റൂളക്സ് ഫോർമേഷൻ എന്ന് പറയുന്ന ഫേസ് എത്ര മിനിറ്റ് ഉണ്ടായിരിക്കും? 10 മിനിറ്റ് ആണ് ഇതിൻ്റെ ടൈം. ഓക്കെ, ഈ ഫസ്റ്റ് ഫേസിൻ്റെ ടൈം പീരീഡ് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റാണ് ഫേസ് ഓഫ് റൂളക്സ് ഫോർമേഷൻ നടക്കുന്നത്. ഇനി സെക്കൻഡ് ഫേസ് ആണ് ഫേസ് ഓഫ് സെഡിമെൻറ്റേഷൻ അഥവാ സെറ്റിലിംഗ്. ഇങ്ങനെ സെറ്റിലാവൂലേ, സെഡിമെൻ്റ് ആവൂലേ, ആ ഫേസാണ് ഫേസ് ഓഫ് സെഡിമെൻറ്റേഷൻ അഥവാ സെറ്റിലിംഗ്. ഈ ഫേസ് എത്ര മിനിറ്റ് ആണ്? 40 മിനിറ്റ്സ് ആണ്. ഈ എത്ര മിനിറ്റ് ആണ്? 40 മിനിറ്റ്സ് ആണ്. ഈ ഫേസ് വെച്ചിട്ടാണ് ആക്ച്വൽ ഡീകാൻറ്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്താണ്? റൂളക്സ് ഫോർമേഷൻ ആണ്, അഥവാ അഗ്രിഗേറ്റ്സ് പോലെ ഫോം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ഫേസിനെ അഗ്രിഗേഷൻ ഫേസ് അഥവാ ലാഗ് ഫേസ് എന്ന് വിളിക്കും. ഈ ഫേസ് എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ്. ഇനി ഫേസ് ഓഫ് സെഡിമെൻറ്റേഷൻ അഥവാ സെറ്റിലിംഗ് ആവുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ആക്ച്വൽ അഥവാ ഈ ഫേസിലാണ് ആക്ച്വൽ ഡീകാൻറ്റേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഫേസ് സെക്കൻഡ് ഫേസ് ആണ്, അഥവാ സെഡിമെൻറ്റേഷൻ ഫേസ് ആണ്. ഇതിൽ എത്ര മിനിറ്റ് ഉണ്ട്? 40 മിനിറ്റ്സ് ഉണ്ട്. ആൻഡ് തേർഡ് അഥവാ ലാസ്റ്റ് ഫേസ് ആണ് ഫേസ് ഓഫ് പാക്കിംഗ്. ഈ ഫേസ് ഓഫ് പാക്കിംഗ് എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ്. ഫേസ് ഓഫ് പാക്കിംഗ് അഥവാ കംപ്ലീറ്റ്ലി ഒന്ന് സെറ്റ് ആയിട്ടുള്ള ഒരവസ്ഥ. ഇത് എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 10 + 40 + 10 ടോട്ടൽ എത്ര മിനിറ്റ് ആയി? 60 മിനിറ്റ് ആയി, അഥവാ 1 hour ആയി. അതാണ് നമ്മൾ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ്ലി എടുക്കുന്ന സമയം 1 hour ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ 1 hour ആണ് നമ്മൾ ഈ 3 ഫേസിലൂടെ ഇവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഒരു ESR പ്രോസസ്സ് നടക്കാനുള്ള 3 ഫേസ് നമ്മൾ പറഞ്ഞു. അതിൽ സ്റ്റാൻഡേർഡ് ടൈം 1 hour ആണ്. 1 hour എങ്ങനെ കിട്ടിയത്? ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ 10 മിനിറ്റ്, സെക്കൻഡ് ഫേസിൽ 40 മിനിറ്റ്സ്, ആൻഡ് തേർഡ് ഫേസിൽ 10 മിനിറ്റ്സ്. ഇങ്ങനെയാണ് നമുക്ക് ഈ ടൈമിനെ പറയാൻ പറ്റുക. ഇത് എന്തായാലും പഠിച്ചു വെക്കണം, ഈ ടൈം പീരീഡ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ്റ് അഥവാ സാമ്പിൾ ഇത് ഏതാണെന്നുള്ളതാണ്.
നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ അഥവാ സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. എന്താണ് ഇത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വൈവ ക്വസ്റ്റ്യൻ ആണ്. ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. ഈ ട്രൈസോഡിയം സിട്രേറ്റ് എത്ര പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യുക? 3.8% ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ട്രൈസോഡിയം സിട്രേറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.8% ആണ്. ഇനി ഈ ട്രൈസോഡിയം സിട്രേറ്റ് തന്നെ നമ്മൾ 3.2% എടുത്താൽ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടി. ഇതിൻ്റെ ഈ പ്രോസസ്സായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ ഞാൻ എക്സ്ട്രാ പോലെ പറഞ്ഞതാണ്. ഈ ട്രൈസോഡിയം സിട്രേറ്റിന് 3.2% എടുക്കുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസാണ്. ഇതൊരു വൈവ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ പോയിന്റിലൂടെ പറഞ്ഞത്. അപ്പോൾ ട്രൈസോഡിയം സിട്രേറ്റ് ആണ് നമ്മൾ വെസ്റ്റഗ്ലൻസ് മെത്തേഡിലെ സാമ്പിൾ എന്ന് പറയുന്നത്, അഥവാ ആൻറ്റി കൊയാഗുലൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ട്രൈസോഡിയം സിട്രേറ്റ് 3.8% ആണ് എടുക്കുക. ഇനി ട്രൈസോഡിയം സിട്രേറ്റിന് 3.2% ആണെങ്കിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? കൊയാഗുലേഷൻ സ്റ്റഡീസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആൻറ്റി കൊയാഗുലൻ്റ് എങ്ങനെ ആഡ് ചെയ്യുക? 1:4 എന്നുള്ള ഒരു റേഷ്യോയിലാണ് നമ്മൾ ആഡ് ചെയ്യുക. ആൻറ്റി കൊയാഗുലൻ്റ് നമ്മൾ 1:4 എന്നുള്ള റേഷ്യോയിലാണ് ആഡ് ചെയ്യുക. അതായത് 1% ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻ, 1% മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ml ലിക്വിഡ് ആൻറ്റി കൊയാഗുലൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 4 ml ബ്ലഡ് എടുക്കണം. അങ്ങനെ 1:4 റേഷ്യോയിലാണ് നമ്മൾ ആൻറ്റി കൊയാഗുലൻ ആൻഡ് ബ്ലഡ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വെസ്റ്റഗ്ലൻ ട്യൂബിനെ പറ്റി നോക്കാം. നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഓരോ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതിൽ യൂസ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ്റ് പറഞ്ഞു, ആൻഡ് ഈ ESRലെ ഫേസസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റഗ്ലൻ ട്യൂബാണ്. ഈ വെസ്റ്റഗ്ലൻ ട്യൂബിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ വെസ്റ്റഗ്ലൻ ട്യൂബിന് 2 സൈഡും ഓപ്പൺ ആണ്. 2 sides ആർ ഓപ്പൺ. 2 sides എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 30 cm ആണ്. ട്യൂബിൻ്റെ ലെങ്ത്ത് 30 cm അഥവാ 300 mm ആണ്. ആൻഡ് അതിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ, ട്യൂബിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 mm ആണ്. ആൻഡ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ml ആണ്. ആൻഡ് അതിന് വരുന്ന മാർക്കിംഗ് അഥവാ ഗ്രാജുവേഷൻസ് 0 to 100 ആണ് ഉണ്ടായിരിക്കുക മാർക്കിംഗ്. അതെങ്ങനെയാണ്? ടോപ്പ് ടു ബോട്ടം ആണ്. മേലിൽ നിന്നാണ് ഇതിൻ്റെ മാർക്കിംഗ് സ്റ്റാർട്ട് ആവുക. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടോപ്പ് ടു ബോട്ടം ആണ് എന്തുണ്ടായിരിക്കുക? ഈ മാർക്കിങ്സ് ഉണ്ടായിരിക്കുക, അഥവാ 0 to 100 മാർക്കിങ്സ് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ മെക്കാനിസമാണ്, അഥവാ ഈ ESRനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓർ മെക്കാനിസം. ഇതെങ്ങനെയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ള മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഒന്നാമത്തെ പോയിന്റാണ് റൂളക്സ് ഫോർമേഷൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ട് പോയിന്റാണ്. എന്താണ്? നമ്മൾ ഫേസിൽ ഓൾറെഡി പറഞ്ഞു. റൂളക്സ് ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? താഴെ ഇങ്ങനെ RBCs ഒക്കെ അഗ്രിഗേറ്റ് ആയി നിൽക്കും. അങ്ങനെ അഗ്രിഗേറ്റ് ആയിട്ട് RBCs ഫോം ചെയ്യും ട്യൂബിൻ്റെ താഴത്ത് ഇങ്ങനെ. കാരണം എന്താണ്? ഇതിൻ്റെ മേൽഭാഗത്ത് പ്ലാസ്മ ഉണ്ടായിരിക്കും. ഇങ്ങനെ RBC താഴെയും പ്ലാസ്മ മേലെയും വരാനുള്ള കാരണം ഈ RBCs അഥവാ എറിത്രോസൈറ്റിൻ്റെ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്, പ്ലാസ്മേനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് താഴെ ഇങ്ങനെ അഗ്രിഗേറ്റ് ആയിട്ട് ഫോം ആയത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഫിബ്രിനോജൻ ആണ്. ഈ ഫിബ്രിനോജൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കൂടിക്കഴിഞ്ഞാൽ ESR കൂടും, അഥവാ ഫിബ്രിനോജൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ESR കുറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ കോൺസെൻട്രേഷൻ ഓഫ് ഫിബ്രിനോജൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ESR ആണ്. ഓക്കെ, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റിനോട് കോൺസെൻട്രേഷൻ ഓഫ് ഫിബ്രിനോജൻ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി അടുത്ത് കോൺസെൻട്രേഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഗ്ലോബുലിൻ സെയിം ആണ്. ഇവരുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലും ESR കൂടും. സോ കോൺസെൻട്രേഷൻ ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ഗ്ലോബുലിൻസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ESR. ഇനി നമുക്ക് ട്യൂബിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറയാം. ട്യൂബിൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് ലെങ്ത്ത് 30 cm എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 30 cm-നേക്കാളും ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഈ RBCക്ക് സെഡിമെൻ്റ് ആവണമെങ്കിൽ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് കുറയും? ESR റേറ്റ് കുറയും. ഓക്കെ, കാരണം ആ RBCക്ക് അത്രയും ദൂരം ട്രാവൽ ചെയ്യണ്ടേ. മേലിന്ന് ഇപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള ട്യൂബാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ വരണമെങ്കിൽ ഈ RBCക്ക് ഒരുപാട് നേരം ട്രാവൽ ചെയ്തിട്ട് അഗ്രിഗേറ്റ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 30 cm ഉള്ള ലെങ്ത്തുള്ള ട്യൂബാണെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ സെഡിമെൻ്റ് ആവാം. സോ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ESR റേറ്റ് കുറയും. ഇനി റേഷ്യോ ഓഫ് റെഡ് സെൽസ് ടു പ്ലാസ്മ, റെഡ് സെൽ ടു പ്ലാസ്മ റേഷ്യോ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്മ ഒരുപാടാണെങ്കിൽ ESR കൂടും ആൻഡ് വൈസ് വെർസ. നേരെ തിരിച്ചു, പ്ലാസ്മ കുറവാണെങ്കിൽ ESR എന്താവും? കുറയും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബോർ ഓഫ് ദി ട്യൂബാണ്. ബോർ എന്ന് വെച്ചാൽ ഇന്റേണൽ ഡയമീറ്റർ ആണ്. ആൻഡ് 7th വൺ പൊസിഷൻ ഓഫ് ദി ട്യൂബ്. പൊസിഷൻ ഓഫ് ദി ട്യൂബ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ട്യൂബ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പിപ്പറ്റ് വേർട്ടിക്കലി പ്ലേസ്ഡ് അല്ലെങ്കിൽ, അതായത് ഹൊറിസോണ്ടലി, ഇപ്പോൾ ഇതാണ് വേർട്ടിക്കലി പ്ലേസ്ഡ്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ എടുക്കുന്ന ട്യൂബ് അല്ലെങ്കിൽ പിപ്പറ്റ് ഈസ് നോട്ട് വേർട്ടിക്കലായിട്ടല്ല നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ RBCs എന്താണ്? കുറച്ച് ഡിസ്റ്റൻസ് മാത്രം ട്രാവൽ ചെയ്താൽ മതി. വേർട്ടിക്കൽ വെച്ച് അവർക്ക് കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിന് വേർട്ടിക്കലി അല്ല വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ RBCക്ക് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ESR റേറ്റ് കൂടുതലാണ്. മനസ്സിലായോ? RBC പെട്ടെന്ന് സെഡിമെൻ്റ് ചെയ്യാൻ എന്താണ്? ESR റേറ്റ് പെട്ടെന്ന് നടക്കൂല, ESR പെട്ടെന്ന് നടക്കൂല. അപ്പോൾ RBCക്ക് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അവിടെ ESR കൂടുതലാണ്. വായിച്ചു നോക്കൂ. ഇഫ് ട്യൂബ് ഓർ പിപ്പറ്റ് ഈസ് നോട്ട് വേർട്ടിക്കൽ, RBCs വിൽ ഹാവ് ടു ട്രാവൽ ലെസ് ഡിസ്റ്റൻസ്, സോ ESR വിൽ ബി മോർ. അപ്പോൾ ഇത്രയാണ് വെസ്റ്റഗ്ലൻസ് മെത്തേഡ്. ESRലുള്ള വെസ്റ്റഗ്ലൻസ് മെത്തേഡ് ഇത്രയാണ്. ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ ഷുവറായിട്ട് നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള മെത്തേഡ്സ് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.